നമസ്കാരം സുഹൃത്തുക്കളെ. മനസ്സ് പറയുന്നതെല്ലാം ശരിയാകണമെന്നില്ല. ചിലപ്പോൾ ബുദ്ധി പറയുന്നതാണ് ജീവിതം നമ്മളെ രക്ഷിക്കുന്നത്. മനുഷ്യരെ മനസ്സിലാക്കാനും ബന്ധങ്ങൾ തിരിച്ചറിയാനും വിജയത്തിലേക്ക് നടക്കാനും സഹായിക്കുന്ന അത്ഭുതകരമായ ചാണക്യനീതിയിലെ 12 രഹസ്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ആരെയും അന്ധമായി വിശ്വസിക്കരുത്. രഹസ്യങ്ങൾ എല്ലാവരോടും പറയരുത്. സമയം നഷ്ടപ്പെടുത്തരുത്. ഹൃദയത്തെക്കാൾ ബുദ്ധി പറയുന്നത് കേൾക്കാൻ പഠിക്കണം. ജീവിതത്തിൽ മുന്നോട്ട് പോയിക്കാൻ ഓരോരുത്തരും അറിയേണ്ട വിലപ്പെട്ട പാഠങ്ങളാണിവ. അതിനാൽ ഈ വീഡിയോ മുഴുവൻ കണ്ട് അവസാനം വരെ എൻ്റെ കൂടെ കൂട്ടുകൂടുക. അതിനു മുമ്പ് തന്നെ എൻ്റെ ഈ വീഡിയോ കാണുന്ന ഓരോ വ്യക്തികളും എനിക്ക് ഇതിനൊപ്പം തന്നെ കമൻറ്റ് ചെയ്യുക. ബഹുമാനം നേടണം, ചോദിച്ച് വാങ്ങരുത് എന്നും കൂടി കമൻറ്റ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. നമുക്ക് ഒരുപാട് സമയം കളയാതെ ചാണക്യനീതി പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. ചാണക്യനീതിയുടെ 12 രഹസ്യങ്ങൾ. 1. അധികം വിശ്വാസം അപകടമാണ്. അധികം നമ്മൾ ആരെയും വിശ്വസിക്കരുത്. അധികം വിശ്വാസം നമുക്ക് അപകടത്തിലേക്ക് നയിക്കും. എല്ലാവരെയും പരിപൂർണമായി വിശ്വസിക്കുന്നത് പലപ്പോഴും വഞ്ചനയിലേക്ക് നയിക്കുന്നു. ചാണക്യ പറയുന്നത് വിശ്വാസം വേണം, പക്ഷേ കണ്ണടച്ചതല്ല. ഒരാളെ മനസ്സിലാക്കി അവരുടെ പ്രവൃത്തികൾ നോക്കി വിശ്വസിക്കണം. ജീവിതത്തിൽ പലരും നമ്മളുടെ മുന്നിൽ നല്ലവരായി നടിക്കും, പക്ഷേ ഉള്ളിൽ വേറെയായിരിക്കാം. 2. രഹസ്യം എല്ലാവരോടും പറയരുത്. സ്വന്തം ലക്ഷ്യങ്ങൾ, പദ്ധതികൾ, ദുർബലതകൾ എല്ലാം നമ്മൾ മറ്റുള്ളവരായിട്ട് പറയരുത്. അത് വലിയ അപകടത്തിലേക്ക് നയിക്കും. ചിലർ അത് ഉപയോഗിച്ച് നമ്മെ തരതാഴ്ത്താനായിട്ട് ശ്രമിക്കും. അതിനാൽ ചാണക്യ പറയുന്നു, നിന്റെ രഹസ്യം നിന്റെ ശക്തിയാണ്, അത് നീ സൂക്ഷിക്കുക. അതുകൊണ്ട് തന്നെ നിന്റെ രഹസ്യങ്ങൾ നീ മറ്റുള്ളവരുമായിട്ട് പകർത്തരുത്, അല്ലെങ്കിൽ അത് നീ ഷെയർ ചെയ്യരുത്. 3. വാക്കുകൾക്ക് ശക്തിയുണ്ട്. ഒരു വാക്ക് ബന്ധമുണ്ടാക്കാനും തകർക്കാനും കഴിയും. കോപത്തിൽ പറയുന്ന വാക്കുകൾ ജീവിതകാലം മുഴുവൻ മുറിവുണ്ടാക്കും. അതിനാൽ സംസാരിക്കുന്നതിന് മുമ്പ് നമ്മൾ ചിന്തിക്കണം. മധുരമായ വാക്കുകൾ പല പ്രശ്നങ്ങളും പരിഹരിക്കാനാകുന്നതാണ്. 4. സമയം വിലപ്പെട്ടതാണ്. പണം നഷ്ടപ്പെട്ടാൽ വീണ്ടും സമ്പാദിക്കാം, പക്ഷേ സമയം നഷ്ടപ്പെട്ടാൽ തിരികെ കിട്ടുമോ? ഇല്ല, ഒരിക്കലും തിരികെ കിട്ടാത്ത ഒന്നാണ് നമ്മുടെ സമയം. ജീവിതത്തിലെ ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. അതിനാൽ സമയം പാഴാക്കാതെ ലക്ഷ്യത്തിനായി ഉപയോഗിക്കണം. 5. സൗഹൃദം തിരഞ്ഞെടുക്കണം. എല്ലാവരും സുഹൃത്തുക്കളാകാൻ യോഗ്യരല്ല. നല്ല സുഹൃത്ത് നമ്മെ മുന്നോട്ട് നയിക്കും. മോശം സുഹൃത്ത് ജീവിതം തകർക്കും. അതിനാൽ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ അവരുടെ സ്വഭാവവും ഉദ്ദേശവും നമ്മൾ മനസ്സിലാക്കണം. 6. ശത്രുവിനെ ചെറുതായി കാണരുത്. ചെറിയ തീപ്പൊരി മതി ഒരു വലിയ കാട്ടുതീയാക്കി മാറാൻ. അതുപോലെ തന്നെ ചെറിയ ശത്രു വലിയ നാശം വരുത്താം. അതിനാൽ ആരെയും അവഗണിക്കരുത്. ജാഗ്രതയോടെ ഇരിക്കുക. ഒരു ചെറിയ ശത്രു തന്നെയായിരിക്കാം നമ്മുടെ ജീവിതം മാറ്റിമറിക്കുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ ശത്രുവിനെ നമ്മൾ ആരും ചെറുതായി കാണരുത്. 7. വിദ്യയാണ് ഏറ്റവും വലിയ സമ്പാദ്യം. തീർച്ചയായും നമുക്ക് പണം നഷ്ടപ്പെടാം, എന്നാൽ നമ്മുടെ വിദ്യ ഒരിക്കലും നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുന്നതല്ല. പണം നഷ്ടപ്പെടാം, വസ്തുക്കൾ നശിക്കാം, പക്ഷേ പഠിച്ച അറിവ് അത് നമ്മോടൊപ്പം തന്നെ ഉണ്ടാകും. ജീവിത അവസാനം മുഴുവൻ ഏറ്റവും കൂടുതൽ നമ്മളെ നയിക്കുന്നത് നമ്മുടെ വിദ്യ തന്നെയായിരിക്കും. വിദ്യ മനുഷ്യനെ ഉയർത്തും. അതിനാൽ പഠനത്തെയും അറിവിനെയും ഏറ്റവും വലിയ സമ്പാദ്യമായി കാണണം. ഒരറിവും ചെറുതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. 8. സ്വയം നിയന്ത്രണം ശക്തിയാണ്. കോപം, മോഹം, അസൂയ, അഹങ്കാരം ഇവയെ നിയന്ത്രിക്കാൻ കഴിയുന്നവരാണ് യഥാർത്ഥ ശക്തൻ. മറ്റുള്ളവരെ ജയിക്കുന്നതിന് വലിയ വിജയം സ്വയം വിജയിക്കുന്നതാണ്. 9. പ്രതിസന്ധിയിൽ യഥാർത്ഥ മുഖം കാണിക്കാം. സുഖകാലത്ത് എല്ലാവരും കൂടെ ഉണ്ടാകും, പക്ഷേ കഷ്ടകാലത്തോ നമ്മൾ മാത്രമേ കാണുള്ളൂ. അതിനാൽ ആരെയും സത്യത്തിൽ നമ്മോടൊപ്പം ഉണ്ടാകില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ മാത്രം തന്നെയാണ്. പ്രതിസന്ധിയെ മനുഷ്യരുടെ യഥാർത്ഥ സ്വഭാവം തുറന്നു കാണിക്കുന്നു. 10. പരിശ്രമമില്ലാത്ത വിജയം ഇല്ല. ചാണക്യൻ പറയുന്നു, വളരെ ലളിതമാണ്. ഭാഗ്യം മാത്രം നോക്കിയിരുന്നാൽ വിജയം വരില്ല. അതിനുവേണ്ടി പ്രവർത്തിക്കണം. പലർക്കും വലിയ സ്വപ്നങ്ങളുണ്ടാകാം, പക്ഷേ അതിനായി വേണ്ട പരിശ്രമം ചെയ്യാൻ തയ്യാറാകില്ല. ഒരു ദിവസം ഞാൻ വിജയിക്കും എന്ന് മാത്രം ചിന്തിക്കുന്നത് മതിയാവില്ല. ആ വിജയത്തിനായി ദിവസവും ചെറിയ ചെറിയ ശ്രമങ്ങൾ നമ്മൾ ചെയ്യണം. ഉദാഹരണത്തിനായി ഒരു വിദ്യാർത്ഥിനി പരീക്ഷയിൽ നല്ല മാർക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നു, പക്ഷേ പഠിക്കാതെ വെറും പ്രാർത്ഥന മാത്രം ചെയ്താൽ ആ പരീക്ഷയ്ക്ക് ആ ഫലം കിട്ടുമോ? ഇല്ല. താൻ പാതി ദൈവം പാതി എന്ന് പറയുന്നത് പോലെ ആ കുട്ടി പ്രവർത്തിക്കുകയും അതിനോടൊപ്പം തന്നെ ആ കുട്ടി മനസ്സുരുകി പ്രാർത്ഥിക്കുകയും കൂടെ ചെയ്യണം. അത് എങ്കിൽ മാത്രമേ വിജയം അവിടെ കൈവരുകയുള്ളൂ. അതുപോലെ തന്നെ ജീവിതത്തിലും ജോലിക്കും ബിസിനസ്സും ബന്ധങ്ങൾക്കും എന്തിനു വേണ്ടി നമ്മൾ പരിശ്രമിച്ചാൽ മാത്രമേ വിജയം നമ്മുടെ കയ്യിലേക്ക് വരുമുള്ളൂ. ചാണക്യ പറയുന്നു, സ്വപ്നം കാണുന്നത് നല്ലതാണ്, പക്ഷേ അതിനായി യഥാർത്ഥമായി പരിശ്രമിക്കുക. ആത്മാർത്ഥമായി പരിശ്രമിച്ചാൽ ഭാഗ്യം
അപ്പം വിജയം നമ്മുടെ മുന്നിൽ തന്നെയാണ്. 11. ബഹുമാനം നേടണം, ചോദിക്കരുത്. ചാണക്യ പറയുന്നു, ബഹുമാനം ആരോടും യാചിക്കേണ്ടതല്ല ഒന്നല്ല, നമ്മുടെ പ്രവൃത്തികളിലൂടെയും സ്വഭാവവും കൊണ്ട് നേടേണ്ട ഒന്നാണ്. ഒരാൾ നല്ല മനുഷ്യനാണെങ്കിൽ, സത്യസന്ധനാണെങ്കിൽ, മറ്റുള്ളവരെ മാനിക്കുന്നവനാണെങ്കിൽ അയാൾക്ക് സ്വാഭാവികമായി നമ്മൾ അവരെ ബഹുമാനിക്കും. എന്നെ ബഹുമാനിക്കണം, എന്നെ നിങ്ങൾ ബഹുമാനിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ് ബഹുമാനം നേടാൻ കഴിയില്ല. ഉദാഹരണത്തിനായി ഒരു അധ്യാപകൻ വിദ്യാർത്ഥികളോട് ബഹുമാനിക്കണം എന്ന് പറയുന്നതും ഒരു അധ്യാപകനെ ഒരു കുട്ടി ബഹുമാനിക്കുന്നതും രണ്ടും രണ്ടാണ്. അതുകൊണ്ട് തന്നെ ചാണക്യൻ പറയുന്ന ഈ സന്ദേശം നിന്റെ സ്വഭാവം തന്നെയാണ് നിന്റെ ബഹുമതിയിലേക്ക് എത്തിക്കുന്നത്. അതിനാൽ സത്യസന്ധനായി ജീവിക്കുക, മറ്റുള്ളവരെ മാനിക്കുക, വാക്കും പ്രവൃത്തിയും ഓർത്തിരിക്കണം, നല്ല സ്വഭാവം വളർത്തുക. ഇവയിലൂടെ ബഹുമാനം സ്വയം വരും. 12. ഹൃദയത്തേക്കാൾ ബുദ്ധി കേൾക്കുക. ഇതാണ് ചാണക്യൻ പറഞ്ഞ 12ാമത്തെ ഒരു സ്ത്രീ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ശക്തമായ കാര്യം. അതുകൊണ്ട് തന്നെ ഈ കാര്യം നിങ്ങൾ വളരെ ശ്രദ്ധയോടെ തന്നെ കേൾക്കുക. 12. ഹൃദയത്തെക്കാൾ ബുദ്ധി കേൾക്കുക. ചാണക്യൻ പറയുന്നു, വികാരം മാത്രം ആശ്രയിച്ച് നമ്മൾ ഒരു തീരുമാനം എടുക്കരുത്. ബുദ്ധിയോടും വിവേകത്തോടെയും ചിന്തിക്കണം. സ്നേഹം, കോപം, ദുഃഖം, സന്തോഷം ഇവയൊക്കെ ഹൃദയത്തിൻ്റെ വികാരമാണ്. പക്ഷേ ചിലപ്പോൾ ഈ വികാരങ്ങളെക്കാൾ നമ്മെ തെറ്റായ തീരുമാനങ്ങളിലേക്ക് നയിക്കും. അപ്പോൾ ബുദ്ധിയാണ് ശരിയായ വഴി കാണിക്കുന്നത്. ഉദാഹരണത്തിന് കോപത്തിൽ പറഞ്ഞ ഒരു വാക്ക് ഒരു നല്ല ബന്ധം തകർക്കാം. സ്നേഹത്തിൽ കണ്ണടച്ച് ഒരാളെ വിശ്വസിച്ചാൽ നമ്മൾ വഞ്ചിക്കപ്പെടും. അതിനാൽ ഹൃദയം സ്നേഹിച്ചോട്ടെ, പക്ഷേ തീരുമാനമെടുക്കേണ്ടത് ബുദ്ധിയാണ്. ചാണക്യൻ്റെ സന്ദേശം, ഹൃദയം സ്നേഹിക്കട്ടെ, പക്ഷേ ജീവിതം നയിക്കേണ്ടത് ബുദ്ധിയാണ്. അതിനാൽ വികാരത്തിൽ ഒഴുകരുത്. തീരുമാനത്തിന് മുമ്പ് ചിന്തിക്കുക, ശരി തെറ്റ് തിരിച്ചറിയുക, വിവേകത്തോടെ മുന്നോട്ട് പോകുക. ഇതാണ് ജീവിതത്തിൽ സുരക്ഷിതത്വം വിജയകരമായി മാറ്റാൻ പോകുന്നത്. അവസാനമായി ചാണക്യൻ നമ്മൾ പഠിപ്പിക്കുന്നത് എന്താണ്? വളരെ ലളിതമായ ഒരു സത്യമാണ്. ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ ഹൃദയത്തോടെയും ബുദ്ധിയോടെയും കൂട്ടിക്കൊണ്ടു പോകണമെന്നില്ല. അധികം വിശ്വാസം ഒഴിവാക്കുക, സമയം വിലമതിക്കുക, നല്ല സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുക, പരിശ്രമത്തെ ഒരിക്കലും ഉപേക്ഷിക്കരുത്, ബഹുമാനം സ്വന്തമാക്കുക, വികാരങ്ങൾ പകരം വിവേകത്തോടെ തീരുമാനങ്ങൾ എടുക്കുക. ഇവയാണ് വിജയകരമായ ജീവിതത്തിൻ്റെ അടിത്തറ. ചാണക്യനീതി വെറും പഴയ ഉപദേശങ്ങൾ മാത്രമല്ല, ഇന്നത്തെ ജീവിതത്തിലെ വളരെ പ്രായോഗികമായ മാർഗനിർദ്ദേശങ്ങളാണ്. അതിനാൽ ഈ 12 രഹസ്യങ്ങൾ ജീവിതത്തിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുക. വിജയം നിങ്ങളെ തേടി വരും. നന്ദി, നമസ്കാരം.